പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 26-ാമത്തെ തിരുലിഖിതം. ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് ദൈവമായ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആത്മാക്കൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേൽ സ്വർഗീയമായ അത്ഭുത ശക്തി അത്ഭുതകരമായി വ്യാപരിക്കുന്ന സമയമാണ്. ഇതിനു മുമ്പ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിരവധി കുടുംബങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഓച്ചന്തൂരത്ത് നിന്ന് മേരി എന്ന സഹോദരിയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഷാലോം TV ഞായറാഴ്ചയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം മുടങ്ങാതെ കാണുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞായറാഴ്ച രാത്രി 8:30 ആകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വളരെ ഭക്തിയോടുകൂടെയാണ് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും വചന ശുശ്രൂഷകളിലും പങ്കുകൊള്ളുന്നത്. എൻ്റെ മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരു ആലോചനയും ഉറയ്ക്കാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ ദിവ്യകാരുണ്യ നാഥനിലേക്ക് കൈകൾ നീട്ടി എത്രയും പെട്ടെന്ന് എൻ്റെ മകളുടെ വിവാഹം നടത്തി തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വിവാഹം നടന്നാൽ ഫോട്ടോ ഉൾപ്പെടെ അയച്ച് സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് അത്ഭുതമെന്ന് പറയട്ടെ, 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ മകളുടെ വിവാഹം നടത്തി തന്ന് ഈശോ അനുഗ്രഹിച്ച്. മാത്രമല്ല, വിവാഹം ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഭംഗിയായി നടന്നു. ഇതിൻ്റെ നന്ദിയും കൃതജ്ഞതയും കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ സാക്ഷ്യത്തോടൊപ്പം ഫോട്ടോയും അയക്കുന്നു. ആ കുടുംബത്തിൻ്റെ ഒരു വലിയ ദുഃഖം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ച്. വിവാഹ തടസ്സത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു. ആ കുടുംബത്തിൻ്റെ ദുഃഖം മാറി കർത്താവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ജോയ്സി എന്ന സഹോദരിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ജോയ്സി. ഞാൻ 1 വർഷമായി TV യിൽ ഞായറാഴ്ച തോറും 8:30 അഭിഷേകാഗ്നി പരിപാടി കാണാറുണ്ടായിരുന്നു. എൻ്റെ കയ്യിൻ്റെ കണ്ണിയിൽ ഒരു എല്ല് വളർന്ന് പുറത്തേക്ക് ഉന്തി നിന്നിരുന്നു. പുറത്ത് ആർക്കും കാണാവുന്ന വിധം ഒരു വലിയ മുഴയായി അത് രൂപാന്തരപ്പെട്ടിരുന്നു. ഞാൻ അതോർത്ത് വിഷമിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി പരിപാടിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു.
തിങ്കളാഴ്ച രാവിലെ നോക്കിയപ്പോൾ എൻ്റെ കൈയുടെ കണ്ണിയിൽ പുറത്തേക്ക് ഉന്തി നിന്ന ആ അസ്ഥിയുടെ മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ യേശുവിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കൈയുടെ കണ്ണിയിൽ പുറത്തേക്ക് ഒരു എല്ല് വളർന്ന് ഉന്തി നിന്നിരുന്ന മുഴ, അതിനെ ഓർത്ത് സങ്കടത്തോടും വേദനയോടും കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ച മകളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്ത് തിങ്കളാഴ്ച നേരം വെളുത്ത് നോക്കുമ്പോൾ കയ്യിലെ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. മകനെ, മകളെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന്, ഈ വലിയ ടീമിനോട് ചേർന്ന്, ഈ ഒരു വലിയ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും അല്പം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും എല്ലാവരും കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങൾ അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാക്കണമേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. തളർന്ന മക്കൾ, ക്ഷീണിതരായവർ, മനപ്രയാസത്തിൽ ഇരിക്കുന്നവർ, രോഗത്തോടെ അങ്ങേ ആരാധിക്കുന്നവർ, പല സാമ്പത്തിക ഞെരുക്കത്തോടെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളുടെ നീറുന്ന വേദനകളുമായി ഇരിക്കുന്നവർ, ഓ കർത്താവേ, സകല തരത്തിലുള്ള വേദനകളോടും കൂടെ ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും യേശുവേ കരുണയായിരിക്കണമേ, സ്പർശിക്കണമേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഓ കർത്താവേ, ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നാരകീയ ശക്തികളെയും തിന്മയുടെ ദുരാത്മാക്കളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഈ കുടുംബങ്ങളെല്ലാം വിടുതൽ പ്രാപിക്കട്ടെ. ഈ കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വചനാഭിഷേകം നിറയട്ടെ. നിത്യരക്ഷയുടെ അഭിഷേകം നിറയട്ടെ. മാനസാന്തരത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ. യുവതീവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സുഭാഷിതങ്ങൾ 29 അധ്യായത്തിൽ 26 തിരുലിഖിതം. ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് ദൈവമായ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും നമ്മെ സഹായിക്കുന്നതിൽ ഉത്സുകനാണ് നമുക്ക് രൂപവും ഭാവവും നൽകി നമ്മളെ മെനഞ്ഞെടുത്ത നമ്മുടെ സ്രഷ്ടാവായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 57 അധ്യായത്തിൽ 2 വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെ തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും സകല കാലത്തും ചെയ്തു തരാൻ എപ്പോഴും സന്തോഷമുള്ളവനാണ് നമ്മുടെ സ്രഷ്ടാവും നമ്മുടെ പിതാവുമായ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ്റെ ആവശ്യത്തിൽ മനുഷ്യനെ ആശ്രയിക്കുന്നു. ഇത് ദൈവം അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ ആശ്രയിക്കരുത്. മനുഷ്യനെ വിഗ്രഹമാക്കരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ അച്ഛനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടത്തിൽ നല്ല ഞെരുക്കവും നല്ല ബുദ്ധിമുട്ടുകളും നല്ല പ്രയാസങ്ങളും ഓരോ കാര്യങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള, അച്ഛൻ ദർശിച്ചിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥ, ആ കാലഘട്ടത്തിൽ ആരെങ്കിലും അച്ഛനെ സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായ ആരെങ്കിലും കണ്ടാൽ അച്ഛൻ്റെ മനസ്സിൽ അവരുടെ പക്കൽ നിന്നും അച്ഛനൊരു സഹായം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്നതായി അച്ഛൻ ശ്രദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ
ഉടനെ അച്ഛൻ്റെ മനസ്സിൽ ഈ വ്യക്തി ഒരു പക്ഷേ എൻ്റെ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ എന്നെ സാമ്പത്തികമായി സഹായിക്കുമായിരിക്കും എന്നൊരു ചിന്ത എന്നെ ഗ്രസിക്കാൻ തുടങ്ങി. ആത്മീയമായി നല്ല അഭിഷേകമുള്ള ഒരു ശുശ്രൂഷകനെ കണ്ടാൽ ഉടനെ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്ന് നിറയും. ഈ ശുശ്രൂഷകൻ എൻ്റെ ഈ ദൈവരാജ്യ വേലയിൽ എന്നെ സഹായിക്കാൻ കഴിവുള്ളവനായിരിക്കും. ദൈവത്തിൻ്റെ വിവിധങ്ങളായ ദാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ, അത് ആത്മീയ ശുശ്രൂഷ രംഗത്താണെങ്കിലും, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും, അത് അധികാര രംഗത്തുള്ള വ്യക്തികളാണെങ്കിലും, അത് ഏത് മേഖലയിലാണെങ്കിലും, ചിലപ്പോൾ വൈദികരെ കാണുമ്പോൾ അച്ഛൻ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും, ഈ അച്ഛൻ ഈ ആത്മീയ ശുശ്രൂഷ ഒത്തിരി തുറവിയുള്ള അച്ഛനാണ്, ഈ അച്ഛൻ ഒരുപക്ഷെ വചന പ്രഘോഷണത്തിലും ധ്യാനങ്ങളിലൊക്കെ എന്നെ എൻ്റെ ദൈവരാജ്യ വേലയിൽ എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു അച്ഛനായിരിക്കും, കുമ്പസാരിപ്പിക്കാൻ വരാൻ പറ്റുന്നൊരു അച്ഛനായിരിക്കും. ഇങ്ങനെയുള്ള ചിന്ത ഓരോ വ്യക്തികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സത്യമായി അങ്ങനെ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഒരു സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ സഹായം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികളിൽ ഒരു 99% വ്യക്തികളിൽ നിന്നും ദൈവരാജ്യ വേലയ്ക്ക് ഉതകുന്ന സഹായം അച്ഛന് ലഭിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന 100 ഇടങ്ങളിൽ നിന്ന് കർത്താവ് ദൈവരാജ്യ വേലയ്ക്കുള്ള സഹായങ്ങൾ ഉയർത്തി അച്ഛനെ ഇന്ന് വരെ വഴി നടത്തി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ കാലഘട്ടത്തിൽ കണ്ട പ്രത്യേകമായൊരു സംഗതി, ചെറിയ ഒരു അധ്വാനം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം 100 ഇരട്ടി അധ്വാനിച്ച് നടത്തേണ്ട ഒരു അന്തരീക്ഷം ഞാൻ ആ കാലഘട്ടത്തിൽ കാണുകയാണ്. കാരണം ദൈവവചനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ട മനുഷ്യരിലെല്ലാം ആശ്രയിച്ച് അത് എനിക്ക് വലിയൊരു കെണിയായി മാറി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ ദൈവം വളരെ വ്യക്തമായും സ്പഷ്ടമായും ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം യെശയ്യായുടെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഒരു ചെറിയ അധ്വാനം കൊണ്ട് ചെയ്യേണ്ട കാര്യം 100 ഇരട്ടി അധ്വാനിച്ചാലും നടക്കാതെ വട്ടം ചുറ്റുന്നൊരു അനുഭവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനിൽ പ്രത്യാശ വെക്കരുത്. ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയിൽ ആശ്രയം വെക്കരുത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിഗ്രഹമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കാല ശുശ്രൂഷകളുടെ ഇടയിൽ അച്ഛൻ്റെ അരികിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ, വ്യക്തികളിൽ അച്ഛൻ ദർശിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അവരുടെ കഠിനമായ ഞെരുക്കം, അവരുടെ കഠിനമായ ദുരിതം, അവരുടെ അപ്രതീക്ഷിതമായ പല തകർച്ചകളുടെ പിന്നിൽ അതിൻ്റെ തകർച്ചയിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കാതെ, ദൈവത്തിൽ ആശ്രയം വെക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ ചുറ്റും ഉണ്ടായിരുന്ന മനുഷ്യരിൽ ആശ്രയിച്ചത് അവർക്ക് വിനയായി മാറി. ഹല്ലേലൂയ. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്കും എത്യോപ്യയിലേക്കും പോകുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തണം. ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു കണ്ണുനീരുണ്ടാകുമ്പോൾ, ഒരു ശത്രുപീഡ ഉണ്ടാകുമ്പോൾ നാം സഹായം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പോകേണ്ടത്. ആ മനുഷ്യനെ ഈ മനുഷ്യനെ അല്ല ആശ്രയിക്കേണ്ടത്. നമ്മെ സഹായിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള സമ്പന്നരായ വ്യക്തികളെയോ, നമുക്ക് ചുറ്റുമുള്ള നേതാക്കന്മാരെയോ, നമുക്ക് ചുറ്റുമുള്ള പ്രസ്ഥാനങ്ങളെയോ, നമുക്ക് ചുറ്റുമുള്ള ഭരണാധിപന്മാരെയോ, നമുക്ക് ചുറ്റുമുള്ള നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെയോ അല്ല ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ഒരു പ്രതികൂലത്തിൽ ആശ്രയിക്കേണ്ടത് എന്ന് വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നു. പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നിന്റെ ദൈവമായ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് നീ ദൃഷ്ടി ഉയർത്തണം. നിന്റെ ദൈവമായ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് നീ ദൃഷ്ടി ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം?
സങ്കീർത്തന പുസ്തകത്തിൽ 75-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഒരു മനുഷ്യന് ഉയർച്ച ഉണ്ടാകുന്നത്? ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ രക്ഷ ദൈവമായ കർത്താവിങ്കൽ മാത്രം. മാത്രം മാത്രം ഇസ്രായേലിൻ്റെ രക്ഷ ദൈവമായ കർത്താവിങ്കൽ മാത്രം. മാത്രം എന്ന് പറഞ്ഞാൽ മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സ്ഥലത്തും ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത് ദൈവമായ കർത്താവിന് ഇഷ്ടമല്ല. ഈ ലോകത്തിൽ വലിയ വലിയ ആളുകൾ ഉണ്ടായിരിക്കാം, ഈ ലോകത്തിൽ വലിയ വലിയ ശക്തന്മാരുണ്ടായിരിക്കാം, ഈ ലോകത്തിൽ വലിയ വലിയ കുലീനന്മാരുണ്ടായിരിക്കാം, ഈ ലോകത്തിൽ വലിയ വലിയ യോഗ്യന്മാരുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിച്ച ആയിരക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റിലും ഉണ്ടാകാം. എന്നാൽ ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച മനുഷ്യരെ അല്ല, പിന്നെയോ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ടത്. ഞാനും നിങ്ങളും ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ അതൊരു തിന്മയാണ്. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു തിന്മ യെശയ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഹൃദയം ഈജിപ്തിൻ്റെ നേരെ തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈജിപ്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലെ അതിശക്തനായ ഒരു ഭരണാധികാരി, അതിശക്തമായ ഒരു സാമ്രാജ്യം, അതിശക്തമായ ഒരു രാജ്യമായിരുന്നു ഈജിപ്ത്. ഇന്ന് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് പോലെ അന്ന് ഓരോ രാജ്യങ്ങളും അവരുടെ പ്രയാസത്തിൽ, അവരുടെ ശത്രുപീഡയിൽ, അവരുടെ ഉപദ്രവങ്ങളിൽ അവർ ആശ്രയം തേടി ഈജിപ്തിൻ്റെ സഖ്യം തേടിയിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേലിൻ്റെ ഹൃദയവും ഈജിപ്തിലേക്ക് തിരിഞ്ഞിരുന്നു. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ അവരുടെ ഹൃദയം തിരിഞ്ഞിരുന്നത് സൈന്യങ്ങളുടെ കർത്താവിലേക്ക് എന്നതിനേക്കാൾ ഈജിപ്തിലേക്ക് അവരുടെ ഹൃദയം തിരിഞ്ഞിരുന്നു. ഈജിപ്തിലേക്ക് ഹൃദയം തിരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യന് ദുരിതം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനിലേക്ക് ഹൃദയം തിരിച്ചു വെക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായം വരുന്നത് ആ മനുഷ്യനിൽ നിന്നോ ഈ മനുഷ്യനിൽ നിന്നോ ആയിരിക്കുകയില്ല. സഹായം വരുന്നത് ദൈവമായ കർത്താവിങ്കൽ നിന്നത്രേ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുകളുമല്ല, ദൈവമായ കർത്താവിൻ്റെ ആലോചനയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. സുഭാഷിതം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. ആ മനുഷ്യനും ഈ മനുഷ്യനുമല്ല, ആ പദ്ധതിയും ഈ പദ്ധതിയുമല്ല, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലോചനയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയം ഈജിപ്തിലേക്ക് തിരിഞ്ഞിരുന്നാൽ, എൻ്റെ ഹൃദയം എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഒരു നേതാവിലോ ഒരു കുടുംബത്തിലോ ബന്ധുമിത്രാദികളിലോ എൻ്റെ ഹൃദയം ആശ്രയം വെക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു തിന്മയാണ്. അത് ഒരു തിന്മയാണ്. ആത്മീയ രംഗത്തായാലും അതൊരു തിന്മ തന്നെയാണ്. ചില വ്യക്തികൾ അച്ഛനോട് പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, അച്ഛാ ഇനി വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, അച്ഛന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വലിയൊരു തിന്മയാണത്. അങ്ങനെ ചിന്തിക്കരുത്. ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രമോ ഏതെങ്കിലും ഒരു വൈദികനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷകനോ ആരും, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരാൾക്കും മറ്റൊരാളെ രക്ഷിക്കാനുള്ള കഴിവില്ല. ഇസ്രായേലിൻ്റെ രക്ഷ ദൈവമായ കർത്താവിങ്കൽ മാത്രം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ വിഗ്രഹമാക്കരുത്. അത് വട്ടായലച്ചനാണെങ്കിലും അത് ആരെ തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിഗ്രഹമാക്കരുത്. ഒരു ധ്യാന കേന്ദ്രത്തെയും വിഗ്രഹമാക്കരുത്. ദൈവമായ കർത്താവിങ്കൽ മാത്രമാണ് രക്ഷയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലിഖിതത്തിൽ കാണുന്ന സംഭവം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലാണ്.
പത്രോസ്, യോഹന്നാൻ തുടങ്ങിയവരെ ജനപ്രമാണികളും പുരോഹിത സംഘവും നേതൃത്വങ്ങളെല്ലാം പീഡിപ്പിച്ചു, മർദ്ദിച്ചു, കഠിനമായി ഭയപ്പെടുത്തി. അങ്ങനെ അവർ ആ ഗൂഢസംഘത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചതിന് ശേഷം സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിലേക്ക് മടങ്ങിയെത്തി. അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഒരു നല്ല വിവരണം പത്രോസിൻ്റെ നേതൃത്വത്തിൽ സ്ലീഹന്മാർ നൽകി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ 31 വരെ വാക്യങ്ങൾ. അങ്ങനെ അവിടെയുണ്ടായിരുന്ന ഭരണാധിപന്മാരും അവിടെയുണ്ടായിരുന്ന ആലോചനാ സംഘവും അവിടെയുണ്ടായിരുന്ന ഭരണകൂടങ്ങളും എല്ലാവരും സ്ലീഹന്മാരെ ഞെരുക്കിയപ്പോൾ അവർ ഭരണാധിപന്മാരുടെ പ്രീതി നേടാൻ വേണ്ടി നോക്കിയില്ല. അവരെ ആദിമസഭയെ അന്നത്തെ ഭരണകൂടം പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചവിട്ടി ഒതുക്കുകയും ചെയ്തപ്പോൾ ആ ഭരണകൂടത്തിന്റെ പിടിയിൽ കടന്ന ആദിമസഭ ഞെളുവരി കൊണ്ടപ്പോൾ അവർ ആ കാലഘട്ടത്തിലെ ഭരണാധിപന്മാരുടെ പ്രീതി നേടാൻ വേണ്ടി അവർക്ക് മുമ്പിൽ കൈകുപ്പി നിന്നില്ല എന്നല്ലേ ബൈബിളിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 31 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മോചിതരായി അവർ സ്വസമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ച്, അപ്പോഴേക്കും അവരുടെ ഹൃദയം അവരുടെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അവർ ഉച്ചത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഓ സർവശക്തനെ, ആകാശത്തിനെയും ഭൂമിയുടെയും നാഥനെ, അവരുടെ ഭീഷണികളെ ശ്രവിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ പീഡകൾ, കഠിനമായ അടിച്ചമർത്തൽ, കഠിനമായ മർദ്ദനം, അതിൻ്റെ നടുവിൽ ആദിമസഭ ഒരിക്കലും ഭരണാധിപന്മാരുടെ പ്രീതിക്ക് വേണ്ടി കൈകൂപ്പി നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പകരം അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചിട്ട് സർവശക്തനോട് പ്രാർത്ഥിച്ചു. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ ഈ ദാസരെ ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരവുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി. അവർ ധൈര്യപൂർവ്വം വചനം പ്രസംഗിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെരുക്കം വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. സുഭാഷിതം 29:24 നമ്മൾ വായിക്കുന്നു, ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് ദൈവമായ കർത്താവിൽ നിന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നീതി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്ന, ഒരു ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്ന, ഒരു ശുശ്രൂഷകനെ പീഡിപ്പിക്കുന്ന, ആ പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് നീതി ചെയ്യുമ്പോൾ പീഡിപ്പിച്ച ആൾക്ക് കണക്കിന് വേദന കൊടുത്തുകൊണ്ടല്ല കർത്താവിൻ്റെ നീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ലീഹന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ദൗത്യം പൂർണ്ണമാക്കാനുള്ള അഭിഷേകം കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ പീഡകരുടെ മുമ്പിൽ തട്ടി നമ്മളുടെ ശുശ്രൂഷ മുടങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ നീതി കർത്താവിൻ്റെ സമയത്ത് പൂർത്തിയാകും. പീഡിപ്പിച്ചവരും പീഡക സംവിധാനങ്ങളും എല്ലാം തകർന്നടിഞ്ഞ്, എന്നാൽ കർത്താവിൻ്റെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നീതി കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവ് നിർവഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ ഒരു പദ്ധതിയാണ് മനുഷ്യനെ വിഗ്രഹമാക്കരുത്. മനുഷ്യർ മറ്റു മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തങ്ങളുടെ ഹൃദയത്തെ മനുഷ്യരിലേക്ക് തിരിക്കരുത്. അങ്ങനെ തിരിച്ചാൽ യെശയ്യായുടെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഏതെങ്കിലും ഹൃദയം ദുർബലമായി മറ്റു മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിച്ച് മനുഷ്യരിലേക്ക് ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ തങ്ങളുടെ തിന്മയെക്കുറിച്ച് അനുതപിക്കാൻ, തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റിനെക്കുറിച്ച് തിരിച്ചറിയാൻ, ദൈവമായ കർത്താവിൻ്റെ വചനപ്രകാരം ദൈവമായ കർത്താവിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ
അഭിഷേകം വ്യാപരിക്കട്ടെ, സ്വർഗീയമായ അഭിഷേകം വ്യാപരിക്കട്ടെ, അനിർവചനീയമായ സമാധാനം ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ, ഭീരുത്വം വിട്ടുപോകട്ടെ, ധൈര്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, സുവിശേഷത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു. എന്നാൽ നീതി ലഭിക്കുന്നത് തങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്നാണ്. സുഭാഷിതം 29:26. സകല മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന കർത്താവ് ഈ നിമിഷം ഈ ശുശ്രൂഷകളിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്ന ഓരോ മകനെയും ഓരോ മകളെയും അത്ഭുതമാമണ്ണം വിടുവിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണോ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന പ്രധാനപ്പെട്ട വേദനകൾ, അതെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധി പറയുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഇത് അത്ഭുത വിടുതലിനായി കർത്താവ് കുടുംബങ്ങളെ സന്ദർശിക്കുന്ന സമയമാണ്. കരങ്ങൾ രണ്ടും നന്നായി ഉയർത്തി ഉറക്കെല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ. തിന്മയുടെ കോട്ടകളിരിക്കുന്നവരെ തിന്മയുടെ കോട്ടകൾ ഭേദിച്ച് അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി കാലങ്ങളായി തകർച്ച അനുഭവിച്ച് വലിയ ദുഃഖത്തിലും കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് തകർച്ചയുടെ ശക്തികളെ അട്ടിപ്പായിച്ച് അവിടുന്ന് അത്ഭുതകരമായി എഴുന്നള്ളി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭവന നിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലി സംബന്ധമായ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിസ സംബന്ധമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഡ്മിഷൻ കിട്ടാതെ വലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽ ബന്ധനാവസ്ഥയാൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എനിക്ക് ഇനി ജീവിക്കാൻ പറ്റുകയില്ല, മരിക്കണം തോന്നുന്ന ആത്മഹത്യാ ചിന്ത ബന്ധിച്ചിരിക്കുന്നവരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചുവിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ അരുവികളും വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് നിർവീര്യമാകട്ടെ. കുടുംബങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ കുടുംബങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.